Issues in Kerala, especially the students, they want to fly high. We are in a God's own country, God's own people, but after completing the graduation, they don't need to be continuing here, they have to fly high. It's called as Simran. In our latest study that it's a migrating birds from the knowledge paradise. Kerala is a knowledge paradise. 10% literacy we achieve. But Kerala in the higher education, we are in the zero level. But after completing graduation, except they are migrating from the God's own country to Canada, Germany, many countries. Now we are discussing a very core issues about the Russia or Moscow, what it is happening. As part of our Malabar to Moscow expedition, as part of the program, we have a Guinness World Record. Dilip is here, and we have two guests. They will introduce themselves now. Now the photography is done by, videography is taken by Anika from Concord School. School in 6th standard, no? Yes. 6th standard. She is doing a very brilliant videography for you. അപ്പോൾ റഷ്യയിലെ ഒരു വിദ്യാഭ്യാസ സാധ്യതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ. എത്ര വർഷമായി നിങ്ങൾ? ഞാനൊരു 21 വർഷം. സുഹൃത്തുക്കളെ 21 വർഷമായിട്ട് റഷ്യയിലെ മോസ്കോയില് സംരംഭകത്വവും ഒരുപാട് ബിസിനസ്സുള്ള റഷ്യയില് പഠിച്ചിറങ്ങിയ ഡോക്ടർ. അപ്പൊ നിങ്ങള് ഷമീർ പറയട്ടെ. ഷമീർ പഠിച്ച കോളേജാണ്. ഷമീർ തന്നെ പറയട്ടെ എന്റെ കാര്യം. 1995 റഷ്യയുടെ പഠനത്തിൻ്റെ സമയത്ത് താഷ്കെൻഡിലൂടെ ഡോക്ടറാണെന്ന മോഹത്തിൽ മോസ്കോയിലെത്തിയതാണ്. ആദ്യത്തെ വർഷം ഉസ്ബെക്കിസ്ഥാനിൽ ലാംഗ്വേജ് പഠിച്ച്, റഷ്യൻ ലാംഗ്വേജ് പഠിച്ചിട്ട് പിന്നെ ബാക്കി 6 വർഷം മോസ്കോയുടെ അടുത്തുള്ള തേർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഡോക്ടറാവുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയത്. വേൾഡിൽ നല്ലൊരു 60th റാങ്കൊക്കെ കോളേജ് തേർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പക്ഷെ പ്രോബ്ലം എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഇന്ന് ലാംഗ്വേജ് വലിയൊരു വിഷയമായിരുന്നു. പക്ഷെ ലാംഗ്വേജ് നമ്മൾ പഠിച്ച് ആ ഒരു കൾച്ചറിൽ നമ്മളന്ന് ആ ഒരു വിദ്യാഭ്യാസം ചില വേൾഡിലെ ക്ലാസ് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള കരിക്കുലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു തടസ്സം ഉണ്ടായിരുന്നത് വലിയ തണുപ്പായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ഒരു ആഗ്രഹം ഡോക്ടറാകുക. അങ്ങനെ 2002 നമ്മൾ അവിടുത്തെ പഠനം MD ഫിസിഷ്യൻ പഠനം കഴിഞ്ഞ് ഇവിടെ വന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാം ഉണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പറയും, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ടഫായിട്ടുള്ള എക്സാം തന്നെയാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മളിവിടെ ഹൗസ് സയൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഡോക്ടറായിട്ട് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അല്ലെങ്കിൽ നമ്മൾ അമൃതയിൽ പോയി ഡയബറ്റീസിൻ്റെ വിജയത്ത് ഒരു ഡയബറ്റീസ് പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കടപ്പാടും അവിടെയുള്ളൊരു എക്സ്പീരിയൻസും, കാരണം ഒരു കഠിനമായ -35 നമ്മൾ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വലിയ ഒരുപാട് പാഠങ്ങളായിരുന്നു, ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ രോഗികളെയും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ നമ്മളൊരു സേവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുറകിലുള്ള നമ്മുടെ കരുത്ത് നമ്മുടെ അവിടെ ആ ഒരു 6-7 വർഷം കഠിനമായ തണുപ്പിൽ മറ്റൊരു ഭാഷയിൽ ഒരു കൾച്ചറിൽ മോസ്കോയിൽ പോയി ആ ഒരു പഠനം നടത്തിയത് വലിയൊരു അനുഗ്രഹം, വലിയൊരു സന്തോഷമാണ്, വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ വരുന്ന സമയത്ത് സെക്രട്ടറി ഒരു വിഷയമായിട്ടാണ് വന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മളൊരുമിച്ച് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അപ്പൊ ഇവൻ ഞാനിവിടെ എത്തിയപ്പോ പിന്നെ ബാക്കിയെല്ലാം ഒരു വിസയായിട്ട് വന്ന അവനാ വിസയായിട്ട് ബിസിനസ് മാഗ്നറ്റ് ആണ്. അതായത് MBBS പഠിക്കാം. MBBS പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22 lakh കൊണ്ട് നമ്മളെ ഇൻക്ലൂഡിങ് കോസ്റ്റ് ഷമീർ പഠിച്ച യൂണിവേഴ്സിറ്റി പഠിക്കാം. അതിന് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ തന്നെ എന്താ പറയുക മറ്റുള്ള ഡൽഹിക്കാർക്ക് കൊടുക്കുകയും ഡൽഹിക്കാർ കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ വർഷവും പൈസ കയറ്റി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ MBBS മാത്രമല്ല, നമുക്ക് റോക്കറ്റ് ആൻഡ് സ്പേസ്, ഇവിടെ റോക്കറ്റ് ആൻഡ് സ്പേസ് ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ശ്രീഹരിക്കോട്ടയിൽ പോയി അത്രയും വലിയ മാർക്ക് ഉണ്ടെങ്കിൽ, മാത്സിൽ വലിയ ഹൈ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. ഇത് മാത്രമല്ല, നമുക്ക് റോക്കറ്റ് ആൻഡ് സ്പേസ്, പ്രൊപ്പൾഷൻ എഞ്ചിനീയറിംഗ്, കൺട്രോൾ സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ അങ്ങനെ 4 കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിൽ മോസ്കോയിൽ പഠിപ്പിക്കുന്നു. അതൊക്കെ അത്രയും, കാരണം ഇവിടെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഈ ശ്രീഹരിക്കോട്ടയിൽ പഠിപ്പിക്കുന്ന പിള്ളേരെ 3 കൊല്ലം കഴിഞ്ഞ 4ാമത്തെ കൊല്ലം റഷ്യയിൽ കൊടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്.
അപ്പൊ അത്രയും ഈ സ്പേസിന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി. അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ ഈ തലമുറക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് വളരെ യൂണിവേഴ്സിറ്റി എത്രയാണോ ഫീസ് പറയണം ആ ഫീസ് അവർ കൊടുത്താൽ മാത്രമേ മനസ്സിലാവുന്നത്. അവർക്ക് എനിക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യണോ, മോസ്ക് വേണം, എല്ലാ സൗകര്യങ്ങളും നമ്മളാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ലോക സാധ്യതകൾ തുറന്നു നിൽക്കുന്ന രാജ്യം കൂടി ഇപ്പൊ വലിയ ഒരു എന്താ പറയാ ഈ റോക്കറ്റ് സ്പേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് എവിടെ പോയി പഠിക്കാന്നൊന്നും അറിയില്ല. ഇത് അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയാ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഈ ശ്രീഹരിക്കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അവരുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടെ പഠിക്കുന്നത് കൊറിയ, ചൈന, അവരൊക്കെ ഒന്ന് എവിടെ വരെ എത്തി, ഇവരെ എത്ര വർഷമായി ഇവർക്ക് അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അവിടുന്ന് അവര് അവിടുത്തെ ഗവൺമെന്റ് തന്നെ അവരെ കൊണ്ടുവരണം. നമ്മളിവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ കാണിക്കുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് പഠിക്കാനാണ് വേണമെന്നുണ്ടെങ്കിൽ മോസ്കോ നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മൾ തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അവരെ തന്നെ ഗൈഡൻസ് ചെയ്ത് 24 hours നമുക്ക് അസിസ്റ്റൻസ് കൊടുത്ത് അവർക്ക് നല്ലൊരു ഇത് അവർക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് നോക്കാം. അവിടുത്തെ ഈ കമ്മ്യൂണൽ ഹാർമണി ഒക്കെ എങ്ങനെ നമ്മളൊക്കെ രാജ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല എന്താ പറയാ മെയിനായിട്ട് നമുക്ക് ഏത് രാത്രിയിലും വേണ്ടി പുറത്തിറങ്ങാം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതാണ് സുരക്ഷിത. അവിടെ ഒരു റാഗിങ് ഇല്ല, അവിടുത്തെ പരിപാടി ഇല്ല, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഓക്കെ, പിന്നെ 4 മാസമാണ്, അതായത് 3-4 മാസമാണ് ഈ തണുപ്പുള്ളൂ. അത് കഴിഞ്ഞ 6 മാസത്തോളം വൈറ്റ് നൈറ്റ് ആണ്. ജൂൺ ജൂലൈ രാത്രി ഇല്ല, പകലാണ്, രാത്രി ഇല്ല. അപ്പൊ നല്ലൊരു ക്ലൈമറ്റും നല്ല കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ല. പിന്നെ തന്നെ അല്ല മതമില്ല, മതഭ്രാന്തില്ല. എന്താ പേര് സക്രിയ അല്ലെങ്കിൽ എന്താണ് എന്റെ മതം, അത് ആ ഒരു ചോദ്യം അവിടെ എന്താണ്. ഈ ഒരു 20-21 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതസ്ഥരാണ്. ഇതാർക്കും പിടിച്ചില്ല, ചിലർ വിചാരിക്കും ക്രിസ്ത്യൻ. ഓണം പരിപാടിയോട് പ്രസക്തത ഞാൻ പറഞ്ഞു. ഈ ഓണത്തിന് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കൈകൊണ്ട് കഴിക്കുന്നത് അതേപോലെ റഷ്യക്കാര് എന്റെ കയ്യിലെ വീഡിയോസ് എല്ലാം ഭക്ഷണം കൊണ്ട് ചോദിച്ചാൽ ഈ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറഞ്ഞത് 25 വർഷം ഒരു 6-7 വർഷം നമ്മൾ അനുഭവിച്ച വലിയൊരു സംഗതിയാണ്. ഇന്ത്യൻസ് അവരെ നമുക്ക് ഇന്ത്യൻസിനായിട്ട് ഒന്ന് പണ്ട് കാലം മുതൽ രാഷ്ട്രീയപരമായിട്ടും സോഷ്യലായിട്ടും നമ്മൾ ഇന്ത്യ ഗവൺമെന്റും റഷ്യ ഗവൺമെന്റും ഭയങ്കര കൾച്ചറലി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പൊ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര താല്പര്യം. നമ്മുടെ സിനിമകളായിരുന്നു അവരെ കൾച്ചർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ലാംഗ്വേജ് സിമ്പിൾ അല്ല, ഡിഫിക്കൽട്ട് തന്നെയാണ്. അതൊക്കെ നമ്മളിവിടെ എന്താ പറയാ ആൾക്കാരോട് അത് സിമ്പിൾ നമ്മളോട് സ്നേഹം. 2-3 ആളുകൾ കല്യാണം കഴിച്ചല്ലോ. നൗഷാദ്, എടവണ്ണ, എല്ലാവരും അന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കും കഴിക്കാം. അപ്പൊ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കണ്ടുകൊടുക്കാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഡോക്ടർ ഷെബീർ. ആള് അവിടെ നിന്ന് പഠിച്ച് ഇന്ന് ഏതാണ് ആളൊരു പോസ്റ്റ്, ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു ഡയബറ്റീസിന്റെ വലിയൊരു വിദഗ്ധനായി. അതായത് നമ്മള് കാണേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ക്ലിനിക്ക് എവിടെയാണ്? കുന്നംകുളം സൗത്ത് സോൺ ഡയബറ്റീസ് പ്രമേഹ പാതരോഗം, മുറിവുകളെ കൊണ്ട് മുറിച്ചു മാറ്റുന്ന കാര്യങ്ങളെ മുറിച്ചു മാറ്റാതെ എങ്ങനെ രക്ഷപ്പെടും, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. കാരണം എവിടുന്ന പഠിച്ചത്, നമ്മുടെ സ്ഥലത്തുനിന്നായി പഠിച്ചത്. ഏതും നമ്മളിപ്പോ അവിടെ കൊണ്ടുപോകുന്ന കുട്ടികൾ നമ്മൾ വളരെ എന്താ പറയാ 22 ലക്ഷം എന്ന് പറയുന്നത് അവർക്ക് 6 വർഷം കൊണ്ട് അടച്ചോട്ടാൽ മതി. ആദ്യം കൊടുക്കണ്ട, മനസ്സിലാവണ്ട. അതിന് നമ്മൾ വേറൊരു കൺസൾട്ട് കൊടുത്തിട്ട് നമ്മളത് ഡൽഹിക്കാർക്ക് കൊടുത്ത് ഡൽഹിക്കാർ നമ്മളെ മേൽക്കുന്ന വേറെ പൈസ അടിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കോൺട്രാക്ട് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും കുട്ടികൾ സേഫ് ആയിരിക്കും. പിന്നെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപാട് കുട്ടികൾ, കാരണം അവരവരുടെ ഫാമിലി വിളിച്ചിട്ട് നമ്മളെ യൂസഫ് കാരക്കാട് എന്ന് പറഞ്ഞിട്ട് ആളെ മോളെ അവിടെ പഠിക്കാൻ വേണ്ടി ആളെ മോള് അവിടെയാണ് ഇപ്പൊ പഠിക്കുന്നത്. എന്റെ പ്രാവശ്യം വന്നതായിരുന്നു. അപ്പൊ ഈ സക്രിയ നീ ചെയ്യുന്ന അപ്പൊ അവിടെ ഈ കുറെ കുട്ടികൾ വന്നിട്ട് ഫേക്ക് കുട്ടികൾ വന്നിട്ട് ഏജൻസി കൊടുത്തിട്ട് പൈസ കൂട്ടി മേടിച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മളിതിൽ ഇടപെടേണ്ട കാര്യമില്ല. നമ്മളിൽ വന്ന കുട്ടികൾ മാത്രം നമ്മൾ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ റോക്കറ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ ഈ ലേണിംഗ് കഫേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനാണ് ചർച്ച ചെയ്തത്. പക്ഷെ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പല ഏജൻസി ഇപ്പോൾ സാന്റ മോണിക്ക പോലുള്ള വൻകിട കോർപ്പറേറ്റ് ഏജൻസികൾ ഓരോ നാട്ടിലുമുണ്ട്. ഇത്തരം ഏജൻസികൾ ഇവർ അധികം പോകുന്നത് ഒന്ന് കാനഡ, പിന്നെ ജർമ്മനി,
ഇതുപോലുള്ള പല പാരന്റ്സിനും ഇത് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല. ഇവൻ എഡ്യൂക്കേഷനിലുള്ള ആളുകൾ ഇത് സപ്പോർട്ടും ചെയ്യില്ല, ഗവൺമെന്റ് ഒരു ഗൈഡൻസും ഇല്ല, ആർക്കും ഏത് രീതിയിലും ചെയ്യാൻ. പ്രശ്നം എന്താ പറയുക, ഈ കൊളോണിയൽ അമേരിക്കയുടെ പൊള്ളത്തിലൊക്കെ കോവിഡിൽ നമുക്ക് തിരിച്ചറിയാം. ഇവർക്ക് ഒരു ദുഃഖമില്ല, ഊതി വീർപ്പിക്കുക. അത് രജിസ്റ്റർ എന്ത് ചെയ്യും, ഇതിനെ മറച്ചു വെക്കണം. മറ്റേ നമ്മളെ കോവിഡിന്റെ ഏറ്റവും ആദ്യത്തെ മറ്റേ ഇത് കണ്ടുപിടിച്ചത് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത്. പക്ഷെ അത് പോപ്പുലാരിറ്റി ഒന്നും ഇവിടെ അത്ര കൊടുത്തില്ല. നമുക്ക് റഷ്യനെ കുറിച്ച് അറിവുണ്ടാക്കണം. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മലബാർ ടു മോസ്കോ എന്നുള്ളത് മലബാർ നേരത്തെയുള്ള വലിയ ബ്രാൻഡായിരുന്നു കേട്ടോ. മലബാർ ടു മോസ്കോ എന്നുള്ള ഒരു എക്സ്പെഡിഷൻ കാലിക്കറ്റ് എയർപോർട്ട് ഡയറക്ടറാണ്. എന്നാൽ അതിന്റെ പ്രീ സബ്മിറ്റ് ഉണ്ടായിരുന്നു ക്ലൈമറ്റ് മഞ്ഞ്. ആളുകളൊക്കെ എങ്ങനെയുണ്ട് റഷ്യയിലെ ആളുകൾ? വലിയ മനുഷ്യർ, ഹൈറ്റ് വരുന്നു. അപ്പൊ സാറ് തീർച്ചയായിട്ടും സാറിന്റെ ഒരു ഗൈഡൻസ് ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗൈഡൻസ് സ്റ്റഡി അറ്റ് റഷ്യ. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മള് അപ്പൊ നിങ്ങളെ പഠനത്തിന് വേണ്ടി പോകുന്നവര് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനില് സാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. തീർച്ചയായിട്ടും ബന്ധപ്പെടണം. ഇത്രയും നമ്പറും കൂടി പറഞ്ഞു. അതേപോലെ സക്സസ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിലിതാ, പുറത്തേക്കൊന്നും വേണ്ട, യാദൃശികമാണ്. ഇപ്പൊ ഈ വീഡിയോ തന്നെ യാദൃശികമാണ്. വന്നു കഴിഞ്ഞാൽ സൗത്ത് സോൺ പ്രമേഹത്തിന്റെ സാറിന്റെ പ്രത്യേകത ഈ രംഗത്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അറിയപ്പെടുന്ന അല്ലെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന വലിയ ആരോഗ്യ മേഖലയിൽ ഒരു ഫിസിഷ്യനാണ് സാറ്. അല്ല സാറിന്റെ അവിടുത്തെ ബിസിനസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തും. നമുക്കവിടെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ വരുന്നത് അധികം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ തുടങ്ങാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ സംരംഭകരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സസൂക്ഷ്മം ഓരോന്നിനെ നിരീക്ഷിക്കരുത്. അതിപ്പോ തുടങ്ങാൻ പറ്റിയ പല പല കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സുകളുണ്ട്. ഇപ്പൊ അവിടെ ഏതാണ് യൂറോപ്യൻ സ്റ്റൈലിൽ ഏതൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ട് ഇപ്പൊ റഷ്യയിൽ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും. ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ, അതായത് ഇപ്പൊ ഈ സാറ, മസിമ ടട്ടി ഇതെല്ലാം അവിടുന്ന് എടുത്തു പോയി. യൂറോപ്യൻ കൊല്ലുന്ന സാധനം. പിന്നെ കൊക്കക്കോള പെപ്സി ഒന്നും അവിടെ ഇല്ലല്ലോ അല്ലേ? ഒക്കെ പോയി എല്ലാം ഇപ്പൊ ഇവിടെ ഏറ്റവും ചിന്തിക്കേണ്ടത് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് തുറന്നു കിട്ടിയുള്ള ഒരു സ്ഥലമാണ് ഒരു ഡീകോളനൈസ്ഡ്. ഇപ്പൊ ചൈന കയറി, ചൈനയുടെ വണ്ടികളാണ് ഇപ്പൊ അവിടെ മൊത്തം. മറ്റേ ലാൻഡ് ക്രൂസർ മുതൽ മറ്റേ സകല സാധന വണ്ടികൾ ഇപ്പൊ ചൈന വലിയ പക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരൊക്കെ അങ്ങോട്ട് അല്ല ഇപ്പൊ തീരെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും. സപ്പോർട്ടൊക്കെ ചെറിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ, പിണറായിന്റെ പാർട്ടിയല്ലേ. അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ തിരിച്ചു പിടിക്കാനല്ലേ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല അന്ന് റഷ്യ സ്വർഗമായിരുന്നു, ആളുകൾ അങ്ങോട്ട്. പക്ഷെ മീഡിയ എന്തത് ഹൈലൈറ്റ് ചെയ്യാത്തപ്പം ശരിക്കും നമ്മളെ ഇന്ത്യക്കാരും ഫോറിനേഴ്സും റഷ്യ കണ്ടത് എന്നാ ശരിക്കും 2018 ഫുട്ബോൾ ഈ ഒരു ഫാൻ ഐഡി ഉണ്ടാക്കിയത് ഇപ്പോ അതേപോലെ ഖത്തറും ചെയ്തത് റഷ്യയുടെ തലയാണ്. നമ്മളൊരു മുഖം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറൊരാളെ ഫാൻ ഐഡിയിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഫാൻ ഐഡി റഷ്യ ഒരു സാധനം ഉണ്ടാക്കി അതേ കാറ്റഗറിയാണ് ഖത്തർ ചെയ്തത്. ആ സമയത്താണ് 2018 ഏറ്റവും കൂടുതൽ ആളുകൾ റഷ്യക്ക് ഫുട്ബോൾ കളിയാണ് വന്നത്. ലോകത്തിൽ കളി വിസ കൊടുത്തില്ല, അതായത് ഒരു കൊല്ലത്തെ വിസ കൊടുത്തത് അപ്പൊ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്പോർട്സ് ലേഖണ്ട് കമാൽ വർമ്മ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം പൊറാട്ട് തിന്നാൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൊണ്ടുപോയ കഥനെ കുറിച്ചിട്ട് മറ്റേ സാധനം കിട്ടി. എന്താ മറ്റത്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊറാട്ട. അപ്പൊ പൊറാട്ട കിട്ടി ആ നല്ല ഒരു ഗൃഹാതുരത്തുള്ള
നല്ലൊരു സംസാരം. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പൊറാട്ട മുതൽ മസാല ദോശ, ഗീ റോസ്റ്റ്, ഊത്തപ്പം, അതെ. എല്ലാ സംഗതികളും. സാറിന്റെ റെസ്റ്റോറന്റ് പേരെന്തായിരുന്നു? ബോളിവുഡ്. ബോളിവുഡ്. ബോളിവുഡ് അല്ലേ? സാറിന് ബോളിവുഡ് ഫിലിം ഉണ്ട്, റെസ്റ്റോറന്റ് ആദ്യമായിട്ട് അല്ല, ആ പേര് കൊടുക്കാൻ കാരണം എന്താ? അത് നമുക്ക് നമ്മളേതായിട്ടുള്ള ടച്ചിന്റെ രീതിയിൽ ബോളിവുഡ് ആർട്ടിസ്റ്റുകളാണ്. സാർ എന്തായാലും വരച്ചിട്ട് ആ സംഗതി നമ്മളവിടെ വെക്കും ചെയ്യും. ആയുർവേദത്തിന്റെ എന്താ പ്രൊഡക്റ്റ്? ആയുർവേദത്തിന്റെ എല്ലാ സംഗതികളും ആദ്യം നമ്മൾ ഈ ചവനപ്രാശം കാര്യങ്ങളൊക്കെ ആദ്യം നമ്മളാണ് ഹോൾസെയിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ അസോസിയേഷനെ കുറിച്ച് അമ്മ അസോസിയേഷൻ നമ്മളാണ് എത്ര മെമ്പേഴ്സ് ഉണ്ട്? അമ്മ നമ്മൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് വേറെ ആൾക്കാരൊക്കെ മാറി. ഇപ്പൊ നമ്മളായിരുന്നു ഇതിന്റെ ആൾക്കാരെ പേരെന്നെ ഇൻസ്പയറിംഗ് ആണ് അമ്മ എന്നുള്ള പേര്. അതെ, അമ്മ ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ഫിലിം ഇവരുടെ പേരും അമ്മയാണല്ലോ. നമ്മുടെ മോഹൻലാലും ഇവരൊക്കെ ഉള്ള അമ്മ അസോസിയേഷൻ. അതേപോലെ ഓൾ മലയാളി മോസ്കോസ് അസോസിയേഷൻ. അങ്ങനെ നമുക്ക് അത് രജിസ്റ്ററൊക്കെ ചെയ്ത് അങ്ങനെ രീതിയിൽ നടത്താവും. പിന്നെ എല്ലാം ചെയ്യും. നമ്മൾ ഓണം പരിപാടികളൊക്കെ ഭയങ്കര നമ്മളെ ഇന്ത്യൻ കൾച്ചറിൽ ഇന്ത്യൻ ഫുഡ് ഇലയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. റഷ്യക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. പ്രധാനമായിട്ടും നമ്മുടെ എക്സ്പെഡിഷനിലെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ യൂറോപ്യൻ ഫുഡാ. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അലീബിയ എന്ന് പറഞ്ഞൊരു സലാഡാണ് അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഓംപ്ലേറ്റും ഈ മറ്റേ ബ്രെഡ് അങ്ങനെയൊക്കെ. യൂറോപ്പിൽ എങ്ങനെയാണ് കൾച്ചർ അതേപോലെ തന്നെയാണ് അവരുടെ നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് മലബാറിന്ന് മോസ്കോയിലേക്കുള്ള സ്പൈസ് റൂട്ട് ടൂറിസം എക്സ്പ്ലോർ ചെയ്യണം വീണ്ടും. അതാണ് നമ്മുടെ എക്സ്പെഡിഷൻ. നമ്മുടെ ഈ വീഡിയോ ചുരുക്കുകയാണ്. റഷ്യ വലിയൊരു സംരംഭം ഉള്ള രാജ്യമായിട്ട് മാറി എന്നാണ് ഇവരുടെ എക്സ്പീരിയൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇനി കാണാനും ടൂറിസ്റ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും നോക്കണം. അതെ അതെ. അപ്പം 8 സമയം ഉണ്ടാകുന്ന ഒരു രാജ്യം, 200 കണക്കിന് ഭാഷകള്, ലോകത്തിലെ നീളം കൂടി അധികായകന്മാരായ മനുഷ്യര്. അപ്പൊ തീർച്ചയായിട്ടും കാരണം വേണമെങ്കിൽ നമ്മളെ കൂടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് സാർ. സാറിന്റെ കോൺടാക്ട് നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൽ ഷെയർ. മോസ്കോയിലെ നമ്പർ ആണെങ്കിൽ +7 96464748446. ഓക്കെ ഓക്കെ. ഇവിടുത്തെ 00 പകരം പ്ലസ് അടിച്ചാൽ മതി. പ്ലസ് പിന്നെ 7. ഇതാണ് അവിടുത്തെ കോഡ്. ഇന്ത്യൻ നമ്പർ 7511133370. ഓക്കെ. അതിൽ വിളിച്ചാൽ നമ്മൾ